കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നമ്മോട് സംസാരിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം കോഴിക്കോട് നമ്മുടെ യാത്രയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ യാത്ര വലിയ വിജയമാകുമെന്നും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ നമ്മുടെ ഈ ലഹരി വിരുദ്ധ യാത്രയിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പ്രതികരണമുണ്ട്. അതൊന്ന് കാണാം. SKN ഒരു സന്തോഷ മുഹൂർത്തമാണിത്. കോഴിക്കോട് ബിഷപ്പ് നമ്മുടെ 24-ൻ്റെ സ്ഥിരം പ്രേക്ഷകനും 24-ൻ്റെ അഭ്യുദയകാംക്ഷിയുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അദ്ദേഹം ആർച്ച് ബിഷപ്പായി മാറി. അവിടെ വത്തിക്കാനിൽ നിന്നാണ് പ്രഖ്യാപനം വന്നത്. നമ്മളോടാണ് ആദ്യം ബിഷപ്പ് ഒരു 1-to-1 തരുന്നത് 24-നാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഏറെ സന്തോഷം നമുക്കുമുണ്ട്. ഈ ഒരു മുഹൂർത്തം, അതായത് ആർച്ച് ബിഷപ്പ് ആവുക എന്ന് പറഞ്ഞാൽ വൈദിക ജീവിതത്തിലെ ഒരു വലിയ ഘട്ടം കടക്കലാണ്. ഒരുപക്ഷെ വലിയൊരു അംഗീകാരമാണ്. എങ്ങനെയാണ് പിതാവ് കാണുന്നത്? ഇത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മനുഷ്യൻ വിചാരിച്ച നടക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ദൈവം വിചാരിച്ചാൽ, ദൈവത്തോടൊപ്പം സഹകരിക്കുന്ന മാർപ്പാപ്പ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ പൗരോഹിത്യ ജീവിതം 44 വർഷങ്ങളായി. ഇന്ന് മെത്രാനായിട്ട് 26 വർഷമായി. അപ്പോൾ ഒരു അതിരൂപതയാവുക, അതിരൂപതയുടെ അധ്യക്ഷനാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണത്. അങ്ങേക്ക് മുൻപിലുള്ള ടാസ്ക് വളരെ വലുതാണ്. കാരണം മതേതരത്വം പുലരണം, മതസൗഹാർദ്ദം പുലരണം, അതിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം, അക്രമങ്ങൾ വ്യാപകമാകുന്ന കാലഘട്ടം, ലഹരി വ്യാപകമാകുന്ന കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് വിവിധ മേഖലകളിലേക്ക് ഒരു എന്താ പറയുക സന്ദേശദൂതനായി നയിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും ദീപക് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ്. അതുപോലെ ജാതി അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലൊക്കെയുള്ള വഴക്കില്ലാതെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും പോകാനുള്ളൊരു വഴികൾ, മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ടുള്ളൊരു സംസ്കാരം വളർത്താൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ കടമ ഒരു സ്നേഹ സംസ്കാരം, ഒരു സ്നേഹത്തിൻ്റെ നാഗരികത നമ്മുടെ ചുറ്റുപാടും വളർത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ പലരും അതിന് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജനങ്ങളുടെ അവസ്ഥ എന്താവും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 24-ൻ്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സംസ്ഥാന തലത്തിൽ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് യാത്ര നടത്തുകയാണ്. അങ്ങേക്കറിയാം, അത് കാസർഗോഡ് വരെ തിരുവനന്തപുരത്ത് തുടങ്ങിയ യാത്ര കോഴിക്കോട് സമാപിക്കുന്നു. ആ സമാപന സമ്മേളനത്തിൽ അങ്ങും അതിൻ്റെ ഭാഗമാവുകയാണ്. ആ യാത്രയെക്കുറിച്ച് SKN നടത്തുന്ന ഈ യാത്ര ഏറ്റവും മഹത്തരമായിട്ടുള്ള യാത്രയായിട്ട് ഞാൻ കാണുകയാണ്. തന്നിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഉണർത്താൻ, പ്രത്യേകിച്ച് ചത്തുകിടക്കുന്ന മനുഷ്യൻ മനസ്സാക്ഷിയെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെ രംഗത്ത് വന്നത്, പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തകൻ, ഒരു മീഡിയ പ്രവർത്തകൻ ഇങ്ങനെ രംഗത്ത് വന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ SKN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അത് 24 ചാനലിലെ ഒരാളെന്ന് മാത്രമല്ല, അദ്ദേഹം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ, സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ഏറ്റെടുത്ത് നടത്തുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. ഞാൻ 20-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ ഞാനുണ്ടാവും. നിങ്ങളൊക്കെ വരണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുകയാണ്. താങ്ക് യു പിതാവെ. ആർച്ച് ബിഷപ്പായി കഴിഞ്ഞു, അതിൻ്റെ സന്തോഷം ഞങ്ങളും പങ്കുവെക്കുകയാണ്. താങ്ക് യു. വർഗീസ് ചക്കാലക്കൽ അത് നല്ല വാക്കുകളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല കോഴിക്കോട് അദ്ദേഹം ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞു. വളരെ സന്തോഷം.